ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. ഇന്ത്യയിലെ ക്രൂയിസർ ബൈക്ക് വിപണിയിൽ ശ്രദ്ധ നേടാൻ കീവേ വീണ്ടും രംഗത്തെത്തി. പുതിയ കളർ ഓപ്ഷനോടെ കീവേ V302C പുതുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി. ഇന്ത്യയിലെ ക്രൂയിസർ ബൈക്ക് വിപണിയിൽ പുതുമ കൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധ നേടുകയാണ് കീവേ. ഹംഗേറിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ കീവേ പുതിയ യെല്ലോ ബ്ലാക്ക് കളർ ഓപ്ഷനോടെയാണ് ബൈക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം മുൻപുണ്ടായിരുന്ന റെഡ്, ബ്ലാക്ക്, യെല്ലോ നിറങ്ങളും തുടരുന്നു. ലോ സ്ലങ് ബോബർ സ്റ്റാൻഡ്സ്, ടിയർ ഡ്രോപ്പ്, ഫ്യൂൽ ടാങ്ക്, മസ്കുലാർ ലുക്ക് എന്നിവയോടെ വ്യത്യസ്തമായ റോഡ് പ്രസൻസ് നൽകുന്ന മോഡലാണ് V302C. LED ലൈറ്റിംഗും പ്രീമിയം ഫിനിഷിംഗും പഴയപടി നിലനിർത്തിയതിനാൽ ഡിസൈൻ ആകർഷകത കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ കളർ ചേർത്തതൊഴികെ മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും കമ്പനി വരുത്തിയിട്ടില്ല. 298cc V-twin ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ബൈക്കിന് കരുത്തേകുന്നത്. ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റവുമായി ചേർന്ന ഈ എഞ്ചിന് 8500 RPMൽ 29.5 bhp കരുത്തും 6500 RPMൽ 26.5 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള 6 സ്പീഡ് ഗിയർ ബോക്സും ഇതോടൊപ്പം ലഭ്യമാണ്. 690 mm സീറ്റ് ഹൈറ്റ് ഉള്ളതിനാൽ എല്ലാ റൈഡർമാർക്കും സൗകര്യപ്രദമാണ്. 15 ലിറ്റർ ഫ്യൂൽ ടാങ്കും നൽകിയിട്ടുണ്ട്. സസ്പെൻഷനായി മുന്നിൽ അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പ് ഫോർക്കും പിന്നിൽ ഗ്യാസ് ചാർജ്ഡ് കോയിൽ സ്പ്രിങ്ങുകളും ലഭിക്കുന്നു. ബ്രേക്കിങ്ങിനായി ഇരുവശത്തും ഡിസ്ക് ബ്രേക്കുകളും ഡ്യുവൽ ചാനൽ ABS സംവിധാനവും സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട്. 4.22 ലക്ഷമാണ് വാഹനത്തിന്റെ വില. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ ബജറ്റ് സ്മാർട്ട് ഫോൺ വിപണിയിൽ വീണ്ടും ശക്തമായി എത്താൻ ഒരുങ്ങുകയാണ് റിയൽമി. പുതിയ 5G മോഡലായ റിയൽമി 16X 5G ഉടൻ വിപണിയിലെത്തുമെന്നാണ് സൂചന. 18,000 രൂപയ്ക്ക് താഴെയുള്ള വിലയിൽ മികച്ച വേഗതയും സ്റ്റൈലിഷ് ഡിസൈനും നൽകുന്ന ഫോണായിരിക്കും റിയൽമി 16X 5G. RMX 5270 എന്ന മോഡൽ നമ്പറിലാണ് ഈ ഫോൺ എത്തുക. 4GB 6GB റാം ഓപ്ഷനുകളും 256GB വരെ സ്റ്റോറേജ് വേരിയന്റുകളും ഉപയോക്താക്കൾക്ക് ലഭ്യമാകും. വ്യത്യസ്ത ബജറ്റുകളുള്ള ഉപഭോക്താക്കൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കമ്പനി ഫോൺ ഒരുക്കുന്നത്. ഡിസൈൻ രംഗത്ത് റിയൽമി പതിവ് ശൈലി തുടരുകയാണ്. ഇൻഡ്രൻസ് ബ്രൗൺ, ഗ്ലോറി വൈറ്റ് എന്നീ 2 നിറങ്ങളിലാകും ഫോൺ എത്തുക. പ്രീമിയം ലുക്ക്, ശക്തമായ ബിൽഡ് ക്വാളിറ്റി എന്നിവയും ഈ മോഡലിന്റെ ഹൈലൈറ്റുകളായിരിക്കും. 4GB + 128GB വേരിയന്റ് 16,000 രൂപയ്ക്ക് താഴെയും 6GB + 256GB വേരിയന്റ് 18,000 രൂപയ്ക്ക് താഴെയുമാകും പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ വിലയിൽ 5G കണക്ടിവിറ്റി നൽകുന്നതിലൂടെ യുവാക്കളെ ലക്ഷ്യമിടുകയാണ് കമ്പനി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓപ്പൺ AI എന്നത് തന്റെ ആശയമാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ചാരിറ്റി എന്ന രീതിയിൽ തുടങ്ങിയ ഓപ്പൺ AI കൊള്ളലാഭം കൊയ്യാനായി സാം ആൾട്ട്മാൻ അടക്കമുള്ളവർ ഉപയോഗിക്കുകയാണെന്നും സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരോപിക്കുന്നു. ഓപ്പൺ AIയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന വിചാരണയിലാണ് ഇലോൺ മസ്ക് തന്റെ വാദം വ്യക്തമാക്കിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് ഒരു കേസ് ChatGPT നിർമ്മാതാവിനെതിരെ മസ്ക് ഫയൽ ചെയ്തു. ഓപ്പൺ AIയുടെ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ സാം ആൾട്ട്മാൻ, പ്രസിഡന്റ് ഗ്രേഗ് ബ്രോക്ക്മാൻ എന്നിവർക്കെതിരെയാണ് ഇലോൺ മസ്ക് കേസ് ഫയൽ ചെയ്തത്. ആളുകൾക്ക് സൗജന്യമായി ഉപയോഗിക്കുന്നതിനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് താൻ ഓപ്പൺ AI എന്ന ആശയം കൊണ്ടുവന്നതെന്നാണ് ഇലോൺ മസ്കിന്റെ വാദം. എന്നാൽ ഈ ലക്ഷ്യം മറന്ന് ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി ഓപ്പൺ AIയെ സാം ആൾട്ട്മാൻ അടക്കമുള്ളവർ മാറ്റുകയാണെന്നും മസ്ക് കോടതിയെ അറിയിക്കുകയായിരുന്നു. കേസിൽ വാദം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.